വന്ദേ മാതരം വന്ദേ മാതരം സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഓക്കെ, താങ്ക് യു മോം. താങ്ക് യു മോളെ. അപ്പോ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ആരെങ്കിലും കേട്ടോന്ന് നോക്കട്ടെ. എന്താ? ഫ്രീഡം. ഫ്രീഡം. ഞാൻ ഇന്ന് സ്കൂളില് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മക്കളോട് ഞാൻ ചോദിച്ചു, എല്ലാ ദിവസത്തിനേക്കാളും എന്തോ ഒരു പ്രത്യേകത ഇന്നുണ്ടല്ലേ? അപ്പൊ അവര് ഭയങ്കര സന്തോഷത്തിലാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ? ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കല്ലാതെ സ്കൂളിൽ എല്ലാ ദിവസവും വരും പോലെ ആണോ ഇന്നും? അല്ല. എന്താ? ഫ്രീഡം. അവർക്കും കിട്ടി. എന്ത് കിട്ടി? ഫ്രീഡം കിട്ടി. പേഴ്സണലി അവർക്ക് ഇന്ന് ഫ്രീഡം കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ ചോദിച്ചിട്ടുണ്ടോ, എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഇത് അതായത് അമ്മ അച്ഛനും പറയും പോലെ അല്ലെങ്കിൽ ഉമ്മി പാപ്പി പറയും പോലെ മാത്രമാണോ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത്? മനസ്സിലായോ? നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ കുഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഉമ്മി പറയും പോലെ മാത്രമാണോ ഞാൻ അനുസരിക്കണ്ടേ, ഞാനൊരു മനുഷ്യനല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു, അതെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് നമ്മൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മക്കളെ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു പെർമിഷൻ അല്ല. എന്തും ചെയ്യാനുള്ള ഒരു പെർമിഷൻ അല്ല. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല എന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് ചെറിയ ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിതം ഭംഗിയുള്ളതാവുക, അല്ലെ? അല്ലാതെ എന്തും എനിക്ക് ചെയ്യാം എന്നുള്ളൊരു ഭാവത്തിലേക്ക് ഒരാൾ നീങ്ങിയാൽ സ്വാതന്ത്ര്യം അവിടെ തീർന്നു. അതായത് നമ്മുടെ ലൈഫ് അവിടെ നഷ്ടപ്പെട്ടു പോവാ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് ഞാൻ പോകുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ വ്യക്തികൾക്കും, അല്ലെ, 2ൽ പഠിക്കുന്ന എന്റെ മോന് സ്വാതന്ത്ര്യം വേണം. അവിടെ 5 to 10 വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം വേണം. ഇത്രയും പ്രായമായ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ശരി, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച സ്വാതന്ത്ര്യം എന്താ? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാന്, നമ്മളുടെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ? ഫ്രീഡം ടു ചൂസ്, അല്ലെ? ഫ്രീഡം ടു ചൂസ്, നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോ ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡം. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ? എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. എനിക്കില്ല. ഓക്കെ. ഇല്ല. ഉള്ളവരും ഇല്ലാത്തവരും മാം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെക്കാട്ടും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് മാം. ഫ്രീഡം ഉണ്ടോന്ന് ചോദിച്ചാല് മാം പറഞ്ഞോളൂ. ഫ്രീഡം ഉണ്ടോന്ന് ചോദിച്ചാല് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് മാം. മാം എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഫ്രീഡവും തമ്മില്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണോ ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് അവിടെ ഒരു ഫ്രീഡം വരുന്നത്. അപ്പോ നമ്മളതല്ല, നമ്മുടെ കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ ഇൻഡിപെൻഡൻസ് വരുന്നത്. കാരണം നമുക്ക് ഒരാളെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ മാം, ഫ്രീഡം പറഞ്ഞത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഫ്രീഡം വരുന്നത്. അത് ഞാൻ ഒരിക്കലും പറയില്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്ന് പറയില്ല. ബട്ട് ഐ എം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ഓക്കെ. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജോലി ചെയ്യുന്നു, സാലറി വാങ്ങുന്നു,
അതിലെന്താ, നമ്മൾ അതിനെ സേവ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ചെലവഴിക്കുന്നു, അല്ലെ? നമ്മൾ പണിയെടുത്തത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതിനെങ്ങനെ യൂസ് ചെയ്യണം എന്ന് കൂടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നീങ്ങുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിനോടും ബാക്കി വീട്ടിലുള്ളവരോടും എനിക്ക് സാലറി കിട്ടി തുടങ്ങി, ഇനി എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, നിങ്ങളോട് ആരോടും എനിക്കൊന്നും ചോദിക്കണ്ട എന്ന് പറയാനാണോ? അങ്ങനെയല്ല. അങ്ങനെയല്ല. നമുക്ക് സാലറി വന്നു തുടങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫാമിലിയുടെ കൂടെ നിന്ന്, ഓക്കെ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അല്ലാതെ സ്വന്തമായിട്ട് ഇനിയിപ്പോ എനിക്ക് ജോലിക്ക് നിങ്ങൾ പോയി പണി നോക്ക് എന്ന് പറയുന്നത് ഫ്രീഡം ആണോ? നേരത്തെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, ഫ്രീഡം പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, നമുക്ക് ഗുണം ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വാതന്ത്ര്യം, അല്ലേ? അപ്പോ ഞാൻ ഇനി ഒരു ലേഡിയുടെ ഒരു ചെറിയൊരു കഥ പറയാം. ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു അക്ഷയുണ്ട്. ഞാൻ കുറച്ച് ബുക്കിന്റെ കവർ ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു, അതിനുവേണ്ടി ചെന്നതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സംസാരിച്ച് വരുമ്പോ പറയണവർക്ക് 2 കുട്ടികളാ ഉള്ളത്. ഒരാള് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഒരാള് പ്ലേ ക്ലാസ്സിൽ പോവാണ്. സംഭവം എന്താന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഹസ്ബൻഡിന് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഈ ലേഡിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ. ഹസ്ബൻഡിന്റെ വീട്ടുകാരും വലിയ സപ്പോർട്ടൊന്നും ഇല്ല, അതവിടെ പിടിച്ചു നിൽക്കുകയാണ്. പിടിച്ചു നിന്ന് ഒരു കുഞ്ഞുണ്ടായി, വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ മോനുണ്ടായി. അത് കഴിഞ്ഞപ്പോഴേക്കും അതിന് മനസ്സിലായി എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. എന്ത് ചെയ്തെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ എവിടെന്നൊക്കെയോ അത് ക്യാഷ് ഉണ്ടാക്കി ഡിപ്ലോമ ചെയ്തു, 1 ഇയർ ഡിപ്ലോമ ചെയ്തു. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡിസൈനിങ് ഉള്ള സംഭവങ്ങളില്ലേ, അത് വെച്ചിട്ട്. അത് കഴിഞ്ഞത് അക്ഷയയിൽ കയറി. അതിനാകെയുള്ള സാലറി എന്ന് പറയുന്നത് 9,000 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 9,000 രൂപ നമുക്ക് എന്തിനുണ്ട്, അല്ലെ? 2 മക്കളും ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൂടെ റെന്റിനാണ് താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ 9,000 രൂപ കൊണ്ടാണ് അത് ജീവിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയാണ്, അത് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ആ 2 മക്കൾക്ക് ശേഷവും അത് എടുത്തത് കൊണ്ടാണ്. എങ്ങനെയൊക്കെയോ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോ ആരോ ചോദിച്ചായിരുന്നു, അതിനുള്ള പൈസ നമ്മളുടെ കയ്യിൽ വേണ്ടേന്ന്. ഓർക്കുന്നുണ്ടോ? ചോദ്യം ന്യായമാണ്. പക്ഷെ ഇവരെങ്ങനെയോ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആരൊക്കെയോ സഹായിക്കോ എങ്ങനെയോ, അത് ഞാൻ ചോദിച്ചില്ല. നമുക്ക് ഒരാളോട് ആഴത്തിൽ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അവരത് പഠിച്ചു. ഇന്ന് അക്ഷയയില് വർക്ക് ചെയ്യാണ്. 9,000 ആണ് അവരുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ വീണ്ടും സംസാരിച്ച് വന്നപ്പോ എൻ്റെ അടുത്ത് പറയാണ്, എനിക്കിനി അഡ്വക്കേറ്റിന് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ 34 വയസ്സായി, ഇത്ര പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴും പറയാണ് എനിക്ക് അഡ്വക്കേറ്റ് ആയിട്ട് പഠിക്കാനാണ് ആഗ്രഹം. ഞാൻ പറയാം, എന്നാ ഇനി വൈകണ്ട, ഈ വർഷമെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ ഈ വർഷം എൻ്റെ കയ്യില് ജോയിൻ ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല, ഞാനത് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് ഇയറിലേക്ക് ഞാനത് ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, നമുക്കൊരു സങ്കടവും സന്തോഷമൊക്കെ നമുക്ക് ഒരുമിച്ച് വരൂലേ, അതേ ഒരു ഫീലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു വുമൺ വളരെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് അവരെങ്ങനെയാണ് ഒരു ഏർണിങ്സിലേക്ക് എത്തിയത്. വെറുതെ വീട്ടിലിരുന്നുവെങ്കിൽ അത് ഇന്ന് ജീവിക്കും. ഒരു പക്ഷെ അവർ പറയാണ്, ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. പലവട്ടം ചിന്തിച്ചതാണ് എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ. ഹസ്ബൻഡ് ഇപ്പോ ആ മറ്റേ സ്ത്രീയുടെ കൂടെ പോയി. ഈ വുമണും അവരുടെ 2 മക്കളുമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് വരാൻ കാരണം എന്താണ്? എന്താ? അവർക്ക് ജോലിയുള്ളതാണ്. മക്കൾക്ക് വേണം എന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രാവോ? ഇല്ല. അവരെന്ത് ചെയ്തു? അവരതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി, അവരൊരു കോഴ്സ് ചെയ്തു. ആ കോഴ്സിൽ നിന്ന് അവര് ഏൺ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവർക്ക് എന്തായി? കോൺഫിഡൻസ് ആയി, എന്നെ കൊണ്ടും കഴിയും. അതുകൊണ്ട് അവർക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളിലേക്ക് അവര് നടന്നെടുക്കുവാനായിട്ട് പോകാണ്.
മനസ്സിലായോ? ഇത് ഒരാളുടെ ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ഒരു പക്ഷെ പ്രതിസന്ധികൾ ഉള്ളവരുണ്ടാകാം, ഇതിനേക്കാൾ പ്രതിസന്ധികൾ ഉള്ളവരും ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ആരെ അറിയില്ല. ഇതിനേക്കാൾ സുഖമായി ജീവിക്കുന്നവരും ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്റെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ടാണെങ്കിലും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റും. പറ്റും. എത്രയോ ആളുകള് വൻ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട്, നമ്മളിപ്പോ പറയുന്ന പ്രശ്നങ്ങൾ എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടുകാരെ നോക്കണം, അല്ലെ? നമ്മൾ അതൊക്കെയാണ് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന അറിവെന്ന് പറയുന്നത് നമ്മളെ വളരെ ഭയപ്പെടുത്തും. മനസ്സിലായി? നമ്മൾക്കാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നതെങ്കിൽ എന്ന് പോലും ചിന്തിച്ചു പോകും. അപ്പോ ഒരു ആണായാലും പെണ്ണായാലും വേണ്ടുന്ന ഒരു സാധനമാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും പഠിച്ച് അഡ്വക്കേറ്റ് ആവാനോ ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ട്രെയിനർ ആകാനോ ഒന്നും പറ്റില്ല. അത് പല പല സാഹചര്യങ്ങൾ കൊണ്ടാകാം. ഒരു പക്ഷെ വീട്ടിലെ അവസ്ഥ കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആ സമയത്ത് മടി പിടിച്ചത് കൊണ്ടാകാം, അല്ലെ? അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കല്യാണം കഴിക്കാൻ തിടുക്കപ്പെട്ടത് കൊണ്ടാകാം. പല പല കാരണങ്ങളാണ് നമ്മൾ പഠിച്ചെത്താത്തതിന്റെ റീസൺ. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഓരോരുത്തർക്കും പല പല ഏരിയാസിൽ പല കഴിവുകളും ഉണ്ട്. അത് കണ്ടെത്തി പൊടി തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിലും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം പറയാനുള്ളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് ഷെമിന ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? ഷെമിന മൈക്ക് ഓഫ് ചെയ്യോ? സോറി. നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സ്പാർക്ക് ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്, എനിക്ക് നേടണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലൂടെ തന്നെ പോകുന്നത് കൊണ്ടാണ് ഇത്രയും പേര് 77 അല്ലെ, 77 അല്ല പ്ലസ് ഇത്രയും പേര് ഈ ഗ്രൂപ്പിൽ ഇന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലും തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ട്, ലക്ഷ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് തിങ്കേഴ്സ് എന്നൊരു പ്ലേസിലാണ്. എന്താ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാല്? ചിന്തിക്കുന്നവര്. ചില ആളുകളുണ്ട് എത്ര കഴിവുണ്ടെങ്കിലും ഉണ്ടല്ലോ, അവരിങ്ങനെ ചിന്തിച്ചോണ്ടേയിരിക്കും. ഞാനിത് ചെയ്യണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ, ഞാനിത് ചെയ്താൽ സക്സസ് ആവുമോ, അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടല്ലോ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിങ്കേഴ്സിൽ നിന്നും നമ്മൾ ഡൂവേഴ്സിലേക്ക് നീങ്ങണം. പോയിന്റ് കിട്ടിയോ? തിങ്കേഴ്സിൽ നിന്നും ഡൂവേഴ്സിൽ നീങ്ങണം. പറയുന്നുണ്ട്, സദ്യവിന് പറയുന്നുണ്ട്, ഞാൻ തന്നെ. ബാക്കിയുള്ളവരിൽ പലരും ഉണ്ട്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അവിടുന്ന് കംഫർട്ട് സോണിൽ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് എന്റെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും തിങ്കേഴ്സിൽ നിന്നും ഡൂവേഴ്സിലേക്ക് നീങ്ങുക. ഈ ലോകത്ത് സക്സസ് ആയവർ എല്ലാവരും ബ്രില്യന്റ് അല്ല. ഓക്കെ, എല്ലാവരും ബ്രില്യന്റ് ആയതുകൊണ്ടല്ല അവർ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. അവരെന്ത് ചെയ്തു? അവര് പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്കും ബ്രേക്ക് ചെയ്യണം. യെസ് യു ക്യാൻ. നിങ്ങൾക്കും കഴിയും, ബ്രേക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ലിമിറ്റിംഗ് ബിലീഫ് ആണോ ഉള്ളത്, ലിമിറ്റിംഗ് ബിലീഫ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാല് നമ്മളുടെ സക്സസിനെ തടയുന്ന, നമ്മളെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ നമ്മളുടെ ഉള്ളിൽ ഉള്ള തെറ്റായ വിശ്വാസങ്ങളാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുക. ഓക്കെ, അതായത് നമുക്ക് സക്സസ് ആവണം എന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, നിന്റെ ഫാമിലിയിലുള്ളവരാരും ഇതുവരെ സക്സസ് ആയില്ല കേട്ടോ, ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ തന്നെ, പുറത്തൊരാളല്ല ഇത് പറയുന്നത്, ആരാ? നമ്മളുടെ മൈൻഡ് തന്നെയാ പറയുന്നത്, നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം വിശ്വാസങ്ങളാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഓ സപ്ന മാം ഒരാളെ കഥ പറഞ്ഞില്ലേ ഇപ്പം, ഉവ്വ് ഒരാളെ ഇങ്ങനെ അതുപോലെ നമുക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആ, പിന്നെ നമ്മളുടെ ഷീമിത്രയിൽ ഒരാള് ടീന എന്നാണ് പേര്. അവർക്ക് അവരാ എന്താ പറയാ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സമയത്താണ് നമ്മളുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത്. കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്ത് അവരുടെ ഹസ്ബൻഡിന്റെ അമ്മക്ക് വയ്യാതായി, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം വേറെ കുറച്ച് റീസൺ ആയിട്ട് പല സമയങ്ങളിലും ഞാൻ ഓരോരോ പുതിയ ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്തിടും. ആൾക്ക് പറ്റാറില്ല. അപ്പൊ സപ്ന മാം ഇപ്പം ഈ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ഫോണിൽ ടീനനെ വിളിച്ചു. ആ, കാരണം എന്താണോ, ടീനനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഗൂഗിൾ മീറ്റിൽ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ടീന ആകെ പകച്ചു നിൽക്കുന്ന സമയത്ത്, ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് നമ്മുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, ആള് പേയ്മെന്റ് ചെയ്തു, പക്ഷെ ആൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഒരു ഗ്രൂപ്പില് കണ്ടിന്യൂ ചെയ്ത് പല കാരണങ്ങൾ കൊണ്ട് പറ്റാത്തപ്പോൾ പുതിയ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ടും പറ്റിയില്ല. അപ്പോഴത്തേക്ക് അവരുടെ അമ്മ അവരുടെ ഹസ്ബൻഡിന്റെ അമ്മ വയ്യാതായി ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ അമ്മ ഇതായി മരണപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ടീന ഗ്രൂപ്പിലുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ടീന നീ ഇങ്ങനെ ആയി ശരിയാവില്ല, നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ടീനേനെ ജസ്റ്റ് ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ഇവർക്ക് അതൊരു പ്രചോദനം. അതുകൊണ്ട് ടീന ആ ജോയിൻ ചെയ്തിട്ടുണ്ടായില്ലേ? ടീന, ഉണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എന്താണ് റിയാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ കൂട്ടിച്ചേർത്തതുണ്ടോ? ഒന്ന് സംസാരിച്ചേ. ഇല്ല, മിസ് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. മിസ് പറഞ്ഞൊക്കെ ശരിയായിട്ട്, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 മിസ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഫെംപ്രണേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. എക്സ്ക്യൂസ് മീ ടീന മാം, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ആ ആ ഒരു മിനിറ്റ്. താങ്ക് യു. ഇപ്പൊ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ടല്ലോ ടീന. ഹാപ്പി ആയിട്ട് ഫേസ് കണ്ടപ്പോ ഒരുപാട് സന്തോഷം കേട്ടോ. ആ താങ്ക് യു. സംസാരിച്ചു. ഞാൻ 2013 മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഞാൻ 2023 സോറി 2023 അന്ന് ഇതുപോലെ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മിസ്സിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മിസ് പറഞ്ഞു കുഴപ്പമില്ല, ഇയാള് കേറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. കുറച്ച് നാളൊക്കെ ക്ലാസ് കുറച്ച് കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി. ഒരു 1.5 വർഷത്തോളം ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. അന്നേരം എനിക്ക് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ പറ്റാണ്ടാവുമ്പം മിസ് അടുത്ത ക്ലാസ്സിലേക്ക് എന്നെ, അടുത്ത പുതിയ ഗ്രൂപ്പ് വരുമ്പം ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിടും. അത് ഞാൻ പറഞ്ഞിട്ടല്ല, കാരണം മിസ്സിനെ അറിയാം ആരൊക്കെ നീ മിസ്സിന്റെ അടുത്ത് ജോയിൻ ചെയ്യുന്ന, ആരൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ മിസ് നന്നായിട്ട് നോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ മിസ്സിന് അറിയാം നമ്മൾ ക്ലാസ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. മിസ് ഫോളോ അപ്പ് നന്നായിട്ട് തരുന്നുണ്ടായിരുന്നു അന്ന്. അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് തന്നെ മടുപ്പായി. കാരണം നമുക്കൊരു പരിധിയില്ല, നമ്മളൊരു പേയ്മെന്റ് ചെയ്തെന്നും പറഞ്ഞ എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ മാറി മാറി നമ്മൾ കയറുന്നത്. അങ്ങനെ ആയപ്പോ പിന്നെ അവസാനം ഞാൻ തന്നെ നിർത്തി. കാരണം നമുക്ക് ക്ലാസ്സിൽ മിസ് മാറ്റിയിട്ടാലും ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഈ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി. ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു. ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, കാരണം ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഇല്ലെന്ന് വെച്ച് ഞാൻ വിട്ടായിരുന്നു അത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം മിസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് എന്ത് ഇപ്പൊ ക്ലാസ്സുകളൊന്നും കേറുന്നില്ലല്ലോ, കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു മിസ്സേ ഇങ്ങനെയാണ്, എനിക്ക് കേറാൻ പറ്റൂല. അപ്പൊ മിസ്സാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. മിസ് പറഞ്ഞ അത് കുഴപ്പമില്ല. അന്ന് ഇതുപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസും വന്നായിരുന്നു. ഞാൻ പറഞ്ഞു മിസ്സേ എന്നെ കൊണ്ട് പറ്റൂല മിസ്സേ, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ മിസ്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തുകൊണ്ട് പറ്റൂല, ഇവിടെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്, ടീനയ്ക്ക് പറ്റും, ടീനയ്ക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റൂല, ഞാൻ അടുത്തൊരു ക്ലാസ് വരുന്നുണ്ട്, ഞാൻ അതിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിസ് പിന്നെ വന്ന റെസിനാറ്റിന്റെ ക്ലാസ്സിൽ വീണ്ടും എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ സത്യം പറഞ്ഞാൽ അത്രയും നാൾ ഞാൻ മടിച്ചിരുന്നതാണ്. പക്ഷെ മിസ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് അതൊരു വല്ലാത്തൊരു ഇതായി. കാരണം എന്റെ കാര്യത്തിൽ എനിക്ക് പോലും ഇല്ലാത്ത ഒരു ഇതാണ് മിസ് എൻ്റെ അടുത്ത് കാണിക്കുന്നത്.
അതായത് ഞാൻ പോലും വേണ്ടെന്നും പറഞ്ഞ് വിട്ട് കളഞ്ഞതാണ്. അപ്പൊ ആ ഒരു ഇത് മിസ് അതായത് വേറൊരിടത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലാസ് കയറണം പറ്റൂല എന്ന് പറയുമ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയി. അപ്പൊ ഞാൻ അങ്ങനെ അന്നേരം എന്റെ കാര്യത്തിൽ എനിക്ക് പോലും ഇല്ലാത്തൊരു താല്പര്യം മിസ് എടുക്കുമ്പം ഞാൻ പിന്നെ പുറകോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ ശരിയാവൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് വീണ്ടും മിസ്സിന്റെ റെസ്നാറ്റിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ആ ഒരു ക്ലാസ് സത്യത്തിൽ ഞാൻ ആ ഒരു ക്ലാസ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മിസ്സിന്റെ കേട്ടിട്ടുള്ളൂ. അത് ഞാൻ കേൾക്കുകയും ചെയ്തു. റെസ്നാറ്റിൽ ഞാൻ അതിനുശേഷം ഞാൻ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് ബേബി ഫ്രെയിമിംഗ് ആയിട്ടും ഫോട്ടോ ഫ്രെയിമിംഗ് ആയിട്ടും ക്ലോക്ക് വർക്ക് കീ ചെയിൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, വർക്കുകൾ കിട്ടുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ടിനു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് എനിക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കുകളാണെങ്കിൽ ഞാൻ അവക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഏൺ ചെയ്തു വിട്ടു ഒരു റെസിനാർട്ടിൽ നിന്ന്. അതുപോലെ ഇപ്പോഴും മിസ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംശയവും അതിനുശേഷം ഇപ്പൊ പ്രൈസിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ, ചെയ്യുന്ന വർക്കിന്റെ പ്രൈസിന്റെ കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ അല്ലാത്ത കാര്യങ്ങളോ സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഷെയർ ചെയ്യുന്നത് മിസ്സായിട്ട്, കാരണം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് എന്ത് വേണേലും പറയാം. ആ മിസ്സിന്റെ അടുത്ത് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. മിസ്സിന്റെ അന്നത്തെ ആ ഒരു ഒറ്റ വാക്കുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും ആ ഇവിടെ ഞാൻ ഇടയിൽ കയറിയിട്ട് ഒരു കാര്യം പറയാണ്. നമ്മുടെ ഷീമിത്രയുടെ ഗിഫ്റ്റ് ഡിവിഷനിൽ ഈ പറഞ്ഞ ടീനയും ഗിഫ്റ്റ് ഡിവിഷനിൽ, ഷീമിത്രയുടെ ഷിയോറ ഗിഫ്റ്റ് ഡിവിഷനിൽ അല്ലെങ്കിൽ ഷിയോറ ഹോം ഡെക്കർ ഡിവിഷനിൽ ഇവർ രണ്ടുപേരും ആ ഒരു സംരംഭത്തിന്റെ എന്താണ് പില്ലേഴ്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വല്ലാത്തൊരു സപ്പോർട്ട് തന്നെയാണ് മിസ്സിന്റെ ഭാഗത്ത്. എന്താ പറയാ, മറ്റുള്ള ക്ലാസ്സുകളിലെ പോലെ നമ്മൾ ക്ലാസ് പൈസ മേടിക്കണം, എന്തെങ്കിലും പഠിപ്പിച്ചു കൂട്ടണം എന്നൊരിതല്ല. കാരണം നമ്മളെ പറ്റി എല്ലാം മിസ് നല്ല രീതിക്ക് മിസ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. കാരണം എത്രയോ ആൾക്കാരെ മിസ് ഒരു ദിവസം എത്രയോ സ്റ്റുഡൻസ് വരുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ അകത്തുനിന്ന് ഫിൽട്ടർ ചെയ്ത് നമ്മളെ സെലക്ട് ചെയ്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റൂല. അത് ആ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ പിന്നെ അത്രയും ഡൗൺ ആയി പോയടത്തുനിന്ന് പിന്നെ എഴുന്നേറ്റ് വന്ന് ഇപ്പൊ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് കിട്ടുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. അതും മിസ്സിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. കാരണം ഇനി ഷീമിത്ര കമ്മ്യൂണിറ്റിയിൽ ഷീമിത്രയുടെ ഒരു ഡിവിഷനിൽ ഇവരൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഞാൻ അവിചാരിതമായി സപ്ന മാം ഒരാളെ കഥ ഷെയർ ചെയ്തപ്പം പിന്നെ ടീന പറയാതെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ടീനക്ക് ഉണ്ട്. അപ്പൊ ടീന തനിച്ചല്ല എന്നുള്ള ഒരു ബോധ്യം ടീനക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വെറും വാക്കാല കൊടുത്തതല്ല, അത് അങ്ങനെ തന്നെയാണ്. ഷീനന്റെ കൂടെ നമ്മൾ ഷീമിത്ര ഫാമിലി ഉണ്ട് എന്നുള്ളത് ടീനന് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും ബെറ്റർ ഇന്ന് ഈ പിന്നെ ഒരു ഫിനാൻഷ്യലായി വല്ലാത്തൊരു സ്ഥിതിയിൽ നിന്ന ഒരാള് അവരുടെ സ്കില്ല് കൊണ്ട് മുന്നോട്ട് വന്ന് ഇന്നിപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും അത് പറ്റും. ഇനി ഒരാളെയും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യട്ടെ. ടീന ഇന്ന് പറയണമെന്ന് വെച്ചാൽ 9 മണിവരെ ടീനക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ ടീന, നമ്മൾ മനുഷ്യര് പരസ്പരം സപ്പോർട്ട് ചെയ്യുക, പരസ്പരം മനസ്സിലാക്കുക, ഇതന്നെയാണ് നമ്മുടെ ലൈഫ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഇപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നിന്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെന്ന്. കാരണം ഞാൻ പല സമയത്തും കണ്ട ഫേസ് അല്ല ഇന്ന് ഞാൻ കാണുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. ഒരാളെ ഈ ഒരു ചിരിയോടുകൂടി പല പ്രതിസന്ധികളിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചിരിയോടുകൂടി സംസാരിക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്റെ നേട്ടാന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയിൽ പറയാൻ പറ്റും. അത് നമ്മൾ ഒരാളെ മനസ്സിലാക്കി ചേർത്ത് നിർത്തേണ്ട ഒരു ഔട്ട്പുട്ടാണ്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഒരു ആരോഗ്യവും ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി. ഇനി ഇന്ന് ഞാൻ ഗസ്റ്റ് ആയിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അവരും നിങ്ങൾക്ക് പ്രചോദനമാവും. പക്ഷെ ആ ഒരു ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് ഇന്ന് വർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോയത് കാരണം സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സപ്ന മാം സോറി. ഇവർക്ക് അവരെയും കൂടി ജസ്റ്റ് ഒന്ന് സംസാരിപ്പിച്ചോട്ടെ. മാം തീർച്ചയായിട്ടും. കാരണം ഞാൻ മറ്റൊരാളുടെ അനുഭവം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം അനുഭവം പറയുമ്പോൾ
അത് കേൾവിക്കാർക്ക് അത് കുറച്ചുകൂടി മനസ്സിലാകും. ഗീത മാം പിന്നെ വർക്ക് കൊണ്ടുപോയി കൊടുത്തു വന്നോ? ഗീത ജോയിൻ ചെയ്തിട്ടുണ്ടോ? റെസിൻ ആർട്ടിന്റെ ഗീത, ഞാൻ ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. ആള് 2 ദിവസം കൊണ്ട് നല്ലൊരു പേയ്മെന്റ്. ഗീത ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ് മാം. ഗീത അല്ല, ഗീതു. സോറി, ഗീതു. ഗീതു സംസാരിച്ചോളൂ. പോയി വന്നോ? കാര്യങ്ങൾ ഓക്കെ ആയോ? എന്താണ്? പോയി മീൻസ് ഞാനിവിടെ നിക്കുവാ വെയിറ്റ് ചെയ്ത്. എന്താ സംസാരിച്ചോളൂ. അവിടെ ഞാന് അല്ല എന്താ പറയാ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഞാൻ റോഡിൽ നിക്കുവാ. എന്തായാലും ഷീസ്കില്ലിൽ വന്നിട്ട് റെസിൻ ആർട്ട് പഠിച്ച് ഇന്നിപ്പം റെസിൻ ആർട്ടിന്റെ വർക്ക് ചെയ്ത് ഒരു 150 പീസ്. എന്താണ് ഞാൻ പറയണ്ടല്ലോ, ഗീതു പറഞ്ഞേ ഇവരോട്. എനിക്ക് റെസിനാട്ടിന്റെ 150 ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ചെയ്യാനായിട്ട് കിട്ടിയത്. ആദ്യം എന്റെ കസിൻ ബ്രദറിന്റെ കിട്ടിയത്. എനിക്ക് എന്തുവാ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് തന്നെ ബാപ്റ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 80 എണ്ണം വെച്ച് ചെയ്തു കൊടുത്ത്. കസിൻസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ റേറ്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവരെനിക്ക് 8000 റുപ്പീസ് ആണ്. 80 എന്നല്ല, 50 എണ്ണം ചെയ്തത്. 50 എണ്ണം 8000 റുപ്പീസ് എനിക്ക് ആദ്യം തന്നത് എമൗണ്ട്. നീ ഇത്രയും ചെയ്തല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പീസിന് എത്ര രൂപ വെച്ച് കൊടുക്കണം അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ മാമിനെ വിളിച്ചു പറഞ്ഞപ്പോൾ മാം പറഞ്ഞു, നീ എന്തിനാണ് ഇത്രയും കുറച്ച് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ റേറ്റിന് വിലയുണ്ട്, അങ്ങനെയൊക്കെയാണ് മാം പറയുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ എമൗണ്ട് എത്ര പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ചു വരുന്നത്. ഇപ്പൊ 150-ന് ഞാൻ ഒരു 11,000 ആണ് അവരോട് പറഞ്ഞത്. ഒരാദ്യം ഓക്കെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു ഓക്കെ ആയിട്ട് എനിക്ക് എമൗണ്ട് തരുന്നുണ്ട്. പകുതി പേയ്മെന്റ് തന്നിട്ടേക്കുവാണ്. ബാക്കി പേയ്മെന്റ് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം കിട്ടും. ഗീതു, ഈ വർക്ക് എടുക്കാൻ മടിച്ചു നിന്നാളല്ലേ, ഓർമ്മ ഉണ്ടോ? ഞാൻ മാമിനെ വിളിച്ച് മെസ്സേജ് ഇടുമായിരുന്നു, ഇങ്ങനെ എനിക്ക് 150 ചെയ്യാൻ പറ്റുമോ ഒരുമിച്ച്, എങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചപ്പോൾ മാം മെസ്സേജ് ചോദിക്കുവാണ്, അതെന്താ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ മാമിനെ വിളിച്ച് പറഞ്ഞ് മാമാണ് എനിക്ക് അതിന്റെ മോൾഡ് എല്ലാം കൂടെ ഒറ്റ മോളിൽ 2 ആഴ്ച പോലും ഇല്ലായിരുന്നു സമയം. ഇതിപ്പോ ഒരാഴ്ച കൊണ്ടാണ് ഈ ധൃതിപ്പെട്ട് ഇത്രയും ചെയ്തത് കൊടുക്കുന്നത്. ഇന്നാണിപ്പോ തീർന്നത്. നാളെയാണ് അവരുടെ ഫംഗ്ഷൻ. എത്ര മണിക്കായിരുന്നു എന്നെ കോൾ ചെയ്ത് സംസാരിച്ചത്? അതൊന്ന് പറയൂ. ഞാനിങ്ങനെ കോൾ ചെയ്തപ്പോൾ മാം പറഞ്ഞു മാം ഒരു മീറ്റിങ്ങിലായിരുന്നു, മെസ്സേജ് ഇടുമായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് മൊത്തം. എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചിങ്ങനെ ചോദിക്കും, മാം ഇത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമോ. വേറെ ആരും എൻ്റെ മനസ്സിൽ വരത്തില്ല ചോദിക്കാനും എടുക്കാനും ഒന്നും. വെറുതെ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യും ഞാൻ ചോദിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ മോൾഡിന്റെ കാര്യം പറയാനൊക്കെ രാത്രി ഒരു 11:15 ആ സമയത്ത് രാത്രിയാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ രാത്രി വിളിക്കും. ഞാൻ ആദ്യം വിചാരിക്കും വിളിക്കണ വേണ്ടതെന്ന്. പക്ഷെ ഞാൻ എന്തായാലും സാഹചര്യം എങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിളിക്കും. ഞാൻ എന്തായാലും ഡിസ്റ്റർബ് ആയിക്കോട്ടെ പറഞ്ഞ് ഞാൻ മാമിനെ വിളിക്കും. മാം പക്ഷേ വിളിച്ചിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ ഇങ്ങനെ പോലെ സാധനം എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് മാമിന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി സാധനം എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നിനക്ക് സാധനം അയച്ചു തന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങ് എന്താ പറയാ, നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് മാം എന്ത് പറഞ്ഞാലും. മാം ആണെങ്കിലും മാമിന്റെ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മൾ പറയുവാണ് ഇന്ന പോലെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക ആര് ചെയ്തു തരും ഇങ്ങനെയൊക്കെ. ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ, കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമല്ല, നമ്മളൊരു ഓൺലൈനിൽ കണ്ട് പഠിക്കും. ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു തരുന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് അതൊക്കെ. അതുകൊണ്ട് എന്തായി, ഗീതുവിന് ഒരു തവണ 8,000 സംതിങ് കിട്ടി, ഇപ്പൊ 12,000 കിട്ടുന്നു. അത് അങ്ങനെ ചെയ്താലല്ലേ കിട്ടുള്ളൂ. അതല്ലേ ഈ ഒരു പിന്നെ ഇന്നത്തെ ഫിനാൻഷ്യൽ ഫ്രീഡം. എന്നെ തിരിച്ചു വരാം ഗീതു. താങ്ക് യു. എന്തായാലും ചെലവുണ്ട് കേട്ടോ. ഒരു ദിവസം നമ്മൾ കൂടും എവിടെയെങ്കിലും, നമ്മളെല്ലാരും ഷീമിത്രന്റെ മെമ്പേഴ്സ്. അപ്പൊ ഗീതു അന്ന് നമുക്ക് ചെലവ് ചെയ്യട്ടെ. ചെലവൊന്നും ചെയ്യണ്ട, ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. വർക്കുകൾ കോൺഫിഡന്റ് ആയിട്ട് എടുക്കുക. ഗീതു ആയാലും ടീന ആയാലും റീന ആയാലും അതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ സംരംഭം തുടങ്ങി നമ്മളുടെ സപ്ന മാം സംസാരിച്ചിട്ട് ആ ധൈര്യത്തില് ഗീതു മൈക്ക് ഓഫ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവർ വന്നു കഴിഞ്ഞാല് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഗീതു അവരടുത്ത് സംസാരിക്കാണ്. പിന്നെ എന്താണ്
സ്വപ്ന മാം ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനായി വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചു നിൽക്കുന്ന നമ്മളുടെ ഫെംബ്രണേഴ്സിലെ സുനിത റഷീദ് പിന്നെ തുടങ്ങണം എന്നുണ്ട്, എന്നാ തുടങ്ങാൻ പറ്റൂല, ടെൻഷൻ, അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. സ്വന്തമായിട്ട് തുടങ്ങാനും അവരവർ ചെയ്യുന്ന പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടായിട്ടും മറ്റൊരാൾക്ക് പിന്നെ എന്താ പറയാ എക്സിബിഷനിലെല്ലാം അതിന് എക്സിബിഷന് കൗണ്ടറിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്ത അങ്ങനെ ഒരാൾ ഇന്ന് സ്വന്തം സംരംഭത്തിന്റെ ഉടമയാണ്. അത് സ്വപ്ന മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പ്രചോദനാണ്. അതുകൊണ്ട് ഇന്ന് അവരോട് കൊണ്ട് സംസാരിപ്പിച്ചില്ലേ ശരിയാവേ ഇല്ല. സുനിത റഷീദ് ജോയിൻ ചെയ്ത കണ്ടിരുന്നോ നേരത്തെ? ഉണ്ടോ? സുനിത റഷീദ് ലീവ് ചെയ്തിട്ടുണ്ടോ? സുനിത, ഞാൻ ഇവരൊക്കെ ഇന്ന് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച് വരുന്ന വഴി സംസാരിപ്പിക്കാന്ന് കരുതിയതാണ്. ആ സുനിത ലീവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സുനിത റഷീദ് ആള് പിന്നെ തൃശ്ശൂർ ഒരു റെന്റഡ് ഷോപ്പ് നടത്തുകയാണ്. അപ്പൊ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. കല്യാണ സീസണൊക്കെ ആയിട്ട് അധികം കുറെ സമയം വരെ അവർ ഷോപ്പ് തുറക്കാറുണ്ട്. അവരും നല്ല കോൺഫിഡന്റ് ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ ഷീസ്കില്ലിൽ ഒരുപാട് പേര് സംരംഭം ചെയ്തവരുണ്ട്, സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങിയവരുണ്ട്. നസീറ മലപ്പുറത്ത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞുതരാം. സപ്ന മാമിന്റെ വിലപ്പെട്ട സമയത്തിനിടയിൽ ഞാൻ കയറി സംസാരിച്ചതിന്റെ ഒറ്റ റീസൺ പറഞ്ഞുതരാം. നമുക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷനിലൂടെ ഒരു ജോബ് കണ്ടെത്തി ഒരു ഇൻകം കണ്ടെത്താനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ചിലവർ കല്യാണം കഴിഞ്ഞ് മക്കളായി, മക്കളുടെ മക്കളൊക്കെ ആയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി പോയിട്ട് പഠിക്കാം. ഇപ്പൊ സ്വപ്ന മാം നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞു, അഡ്വക്കേറ്റ് ആവാൻ പഠിക്കാൻ പോവാണെന്ന്. അത്രമാത്രം എല്ലാവരും അങ്ങനെ ഒരു പീരീഡിന്റെ ശേഷം, ഒരു സമയത്തിന് ശേഷം അങ്ങനെ മുന്നോട്ട് വരണമെന്നില്ല. അപ്പോ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ബിസിനസ് ചെയ്യാൻ, ഫുഡ് ബിസിനസ് ചെയ്യാൻ, ക്രാഫ്റ്റ് ബിസിനസ് ചെയ്യാൻ, ഡിസൈനിങ് പിന്നെ ബിസിനസ് ചെയ്യാനൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ടീനയും ഈ പറഞ്ഞ ഗീതും ഒക്കെ അവര് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ സപ്പോർട്ടോട് കൂടി അവർ വ്യക്തിപരമായിട്ട് കിട്ടിയ ഓർഡേഴ്സ് ആണ് ഇപ്പൊ ചെയ്തത്. ഇനി അങ്ങനെയല്ല, ഇനി ഇവരിലൊക്കെ നമ്മളെന്ത് ചെയ്യും, പറ്റിയ ആൾക്കാരെ പല ഡിവിഷനുണ്ട്. നമ്മളുടെ ഗിഫ്റ്റ് ഡിവിഷനായ ഷിയോറ, പിന്നെ ഫുഡ് ഡിവിഷനായ ഷിലീഷ്യസ്, ക്രാഫ്റ്റ് ഡിവിഷനായ ഷിലാറ, ഇതിലേക്കൊക്കെ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് അതിന്റെ ഒരു എക്സ്പേർട്ട് ആക്കിയിട്ട് അവരെ മാറ്റി അവർ ചെയ്യുന്ന വർക്കുകൾ ഷീമിത്രയുടെ അതത് ഡിവിഷനിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവരെ കൈ പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ന്യൂ മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തത്. ഇന്ന് എല്ലാവർക്കും സാധ്യതയുണ്ട്, അവസരങ്ങളുണ്ട്. ആർക്കാണ് അവസരങ്ങൾ കണ്ടിട്ട് തട്ടി മാറ്റി പോകുന്നവർക്കല്ല, അത് പ്രയോജനപ്പെടുത്തണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. വേണ്ടേ സപ്ന മാം? എന്നെ മാം സംസാരിച്ചോളൂ. തീർച്ചയായിട്ടും അവസരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഒരാളുടെ സക്സസിലെ ഫസ്റ്റ് പാർട്ട്. അവസരങ്ങൾ മുമ്പിൽ വരുമ്പോ അത് യൂസ് ചെയ്യുന്നവൻ സക്സസ് ആവേം, അവസരങ്ങളെ തട്ടിക്കളയുന്നവൻ, അതായത് എന്റെ സമയമായില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്നവൻ ലൈഫിൽ ഒരിക്കലും സക്സസ് ആകാനും പോണില്ല. ഇപ്പോ ഞാൻ ഇന്ന് പറയാൻ വെച്ച കണ്ടന്റ് ഒന്നും ഇനി ഞാൻ പറയണ്ട, ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ടീന മാം, ഗീതു മാം അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ആയി. അവർ ഏത് പൊസിഷനിൽ നിന്നവരാണ്, ഇപ്പോ അവരെവിടെ നിൽക്കുന്നു, അത് കേട്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ യെസ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആവില്ല എന്നുള്ളത്. എല്ലാവരും പഠിക്കണം എന്നൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ആ സെയിം കാര്യം പറയാണ്, പഠിച്ചേ നമുക്ക് നേടാൻ പറ്റൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഇപ്പൊ ഇവർ ഓരോരുത്തരും പറഞ്ഞില്ലേ അവരെന്താണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം അവർ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇനി നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അതിന് പറ്റുമോ എന്നുള്ളതാണ്. അവിടെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്, നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ളത്. യെസ് യു ക്യാൻ. സ്കിൽ എന്ന് പറയുന്നത് അതൊരു ബോൺ ആയിട്ട് കിട്ടുന്ന കാര്യമല്ല, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യമല്ല സ്കിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ അക്വയർ ചെയ്യുക ചെയ്യുന്നത് അല്ലെ, നമ്മളത് അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. ജനിക്കുമ്പോൾ തന്നെ നടക്കാൻ പഠിച്ചിട്ടാണോ വരുന്നത്, കമരാൻ പഠിച്ചിട്ടാണോ വരുന്നത്? അല്ല. ഇന്നുണ്ടായ ഒരു രസകരമായ സംഭവം, എന്റെ മക്കളിപ്പോ ഇളയാൾക്ക് 5 വയസ്സായി. എന്റെ ബ്രദറിന്റെ കുഞ്ഞ്, അവര് UK അല്ല ഉള്ളത്, അവനിപ്പോ 6 മാസമായി. ഞാൻ ഇന്ന് വിളിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യുമ്പോ ഇവൻ ഇങ്ങനെ കിടന്നിട്ട് അവന്റെ കാലിന്റെ വിരലില്ലേ,
കാലിന്റെ വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാം. എന്തോ പുതിയൊരു സംഭവം അവൻ കണ്ടെത്തി. അവന്റെ കാലാണ്, അവന്റെ ഫിംഗേഴ്സ് ആണ്, പക്ഷെ അത് അവനറിയില്ലല്ലോ. അവൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, അത് കഴിഞ്ഞ് അവന്റെ കൈ ഇങ്ങനെ നോക്കി, അല്ലെ? അപ്പൊ ഒരു ജനിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും അറിയില്ല. അവനിത് ഓരോന്നും അക്വയർ ചെയ്ത് വന്നതാണ്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. സൈക്കിൾ ചവിട്ടാൻ നമുക്കറിയായിരുന്നു ജനിച്ചപ്പോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യും, അല്ലേ? ശ്രമിക്കുന്നവൻ വിജയിക്കും. ഒരു വട്ടം വീണിട്ട് ഇട്ടിട്ട് പോകുന്നവൻ പരാജയപ്പെടും. ഒരു കറി വെച്ചിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും വെക്കുന്ന ആള് നന്നായി കറി വെക്കും. ഞാൻ കറി വെച്ച ഒരു വട്ടം ശരിയാകാതെ വന്നപ്പോഴേക്കും തീരുമാനിച്ചു എന്താ, ഞാൻ ഇനി കറി വെച്ചാ ശരിയാവില്ല എന്ന് തീരുമാനിക്കുന്നവൻ പിന്നെ നല്ല രീതിയിൽ കറി വെക്കുവോ? ഇല്ല. അവനതിനു വേണ്ടി ശ്രമിക്കില്ല. അതാണ് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യാ? പലവട്ടം വീഴും, പലവട്ടം വീഴും. വീഴില്ലേ? നടക്കാൻ പഠിച്ചപ്പോ പലവട്ടം വീണില്ലേ? എന്നിട്ടും എഴുന്നേറ്റില്ലേ? ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യം. പലവട്ടം വീഴും, അവിടെ നിന്ന് വീണ്ടും എഴുന്നേക്കുക, വീണ്ടും ശ്രമിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവസാനം വിജയം എന്ന് പറയുന്നത് അത് നമ്മളുടെ കൈപ്പിടിയിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത്ര അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ, ഇത്രയും സപ്പോർട്ടീവായിട്ട് റഷീദ മാം നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോ എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുൻപിലുള്ള ഇപ്പോഴുള്ള അവസരം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തട്ടിക്കളയരുത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ബസ്സിന് പോകണ്ട, ഒരു ബസ് കാശ് അന്വേഷിക്കണ്ട, ഒരാൾ കൊണ്ടുപോയി ആക്കണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ഇത് തട്ടിക്കളയരുത്. ഇത് നിങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അത് മാത്രമല്ല, ഈ അവസരങ്ങൾ നേടിയെടുത്ത വ്യക്തികളാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോ അവരുടെ അനുഭവം പറഞ്ഞതും അവര് ഏൺ ചെയ്യുന്നതും, ഇത്ര എമൗണ്ട് വരെ ഏൺ ചെയ്യുന്നു എന്ന് വരെ അവർ റിവീൽ ചെയ്തു. ശരിയല്ലേ? ഇനി ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്താ പറയാനുള്ള, അല്ലേ? ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ ഗീതു ടീനായാലും അവർക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ അറിയില്ല. ഒന്നും ചെയ്യാൻ നമുക്കൊരു എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ പാരന്റ്സിന് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും പറ്റാത്ത സമയവും അത് സാധിക്കുന്ന ഒരു സമയം തമ്മിൽ ഇവര് സ്വയം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ, ഒന്ന് ആലോചിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും അതിന്റെ വാല്യൂ എത്രയാണെന്ന്. നമ്മൾക്ക് ഇപ്പൊ വരുന്ന പിന്നെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും ആരായാലും കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ ചെയ്ത് അതേ രീതിയിൽ പോകുന്നതും അതിൽ നിന്നും കുറച്ച് മാറ്റം വന്ന അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് തമ്മിൽ സപ്ന മാം എങ്ങനെയുണ്ട്? മാറ്റം ഉണ്ടാവില്ലേ? എന്താണ് മാമിന്റെ അഭിപ്രായം? വളരെയധികം മാറ്റം ഉണ്ടാവും. ഞാൻ ഓരോ ക്ലാസ് എടുത്തിട്ട് വരുമ്പോ എന്റെ മോള് ഇപ്പൊ 60 പഠിക്കുകയാണ്. ഉമ്മി ഇന്ന് എത്രയാ ഉമ്മി കിട്ടണത് എന്നോട് ചോദിക്കും. ഉമ്മി ഇന്ന് എത്ര പേയ്മെന്റ്? എന്നിട്ട് അവളിരുന്ന് കൂട്ടാൻ തുടങ്ങും. എന്തിനാ? ഓക്കെ. അപ്പൊ എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എനിക്ക് തന്നോട്ടോ. മനസ്സിലായോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കത് ഭയങ്കര ഒരു കാര്യമില്ലേ ഇത്? നമ്മൾ ഏൺ ചെയ്തിട്ട് വരുന്നു, നമ്മളുടെ മക്കളെ നമ്മൾ ഉമ്മി എത്ര കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അവർക്കും അതിലും ഭയങ്കര സന്തോഷല്ലേ? കൂടാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഒരു സെക്കൻഡ്, നമ്മളുടെ ഹസ്ബൻഡിന് ഒരു സപ്പോർട്ട് ആവുക. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഒരു മാസം ഓരോ കാര്യങ്ങൾ ഓടിച്ചെത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴെല്ലാം നമ്മൾ കുറെ തടസ്സങ്ങൾ പറഞ്ഞ് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാന്ന് ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് നല്ല വർക്കുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് അവർക്കൊരു സപ്പോർട്ട് ആവാൻ പറ്റില്ലേ? നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, നമ്മുടെ ഹസ്ബൻഡ് അതിന്റെ ഒരു കാര്യം കൂടി പറയട്ടെ, സോറി ഡിസ്റ്റർബ് ആവുന്നതില്. നമ്മളുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള നുസ്രത്ത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. നമ്മളുടെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നുസ്രത്ത് ബാംഗ്ലൂർ US ക്രോഷറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാണ്. നുസ്രത്തിന്റെ മകള് പിന്നെ അയാന എന്നാണ് പേര്. അവൾ ഇപ്പൊ 7th സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ അവർക്ക് അവരുടെ ഹസ്ബൻഡിന് ബാംഗ്ലൂർ ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ ഇടയിൽ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നു. ഉമ്മയും മകളും, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും പിന്നെ ഈ നുസ്രത്തും കൂടി വർക്ക് ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ
ഇത്ര എമൗണ്ട് കണ്ടെത്തും എന്നുള്ളത് അവർ രണ്ടുപേരും തീരുമാനിച്ച് ആ സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു പേയ്മെന്റ് വാങ്ങിച്ച് കണ്ടെത്തിയിട്ട് അവരുടെ ഹസ്ബൻഡിന്റെ വലിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, മിസ്സേ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റി, അവരെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ കൃത്യമായിട്ടൊരു എന്താ പറയാ വേറെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വോയിസ് ഒക്കെ. അപ്പം അവര് ബാംഗ്ലൂര് പിന്നെ അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്ത് അവർക്ക് വന്ന ഇഷ്യൂസ്, അവർക്ക് വന്ന പ്രശ്നം ഇവരാണ് പിന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എമൗണ്ട് കണ്ടെത്തിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്, അതിനൊന്നും സാധ്യതയില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരണമെന്നല്ല, പ്രശ്നങ്ങൾ വന്ന സമയത്ത് അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതാ അത്രയും അതുപോലെ തന്നെ ആ നുസ്രത്ത് തന്നെ ഒരു 40,000 രൂപന്റെ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് എനിക്കൊരു വീഡിയോ, അത് ഞാൻ സ്റ്റുഡൻസ് ഫീഡ്ബാക്കിന്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്കുള്ള സാധ്യതകളും അവസരങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിനൊരു കാരണക്കാരാവുന്നതേ ഉള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്നു, നിങ്ങൾക്ക് അതിനുള്ള സ്കില്ല് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു. ഇതൊക്കെ വേണം എന്നുള്ളവർക്ക് ഒന്നും വേണ്ട, ഞാനിപ്പോ സേഫ് ആണ്, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല. സ്വപ്ന മാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഏതായാലും ഇന്ന് ഇതിന്റെ പ്രാധാന്യം നമ്മൾ എത്ര സംസാരിച്ചാലും ഓരോ വ്യക്തികളും സ്വയം ചിന്തിക്കണം, എനിക്കും ചെയ്യാനുണ്ട്. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം എനിക്കും ഒരുപാട് ലൈഫ് ടൈമിൽ ചെയ്യാനുണ്ട്, ഞാനും പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം തന്നെ തീരുമാനിക്കുക. എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഓൾറെഡി ക്ലാസ്സിലുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട്. അപ്പോൾ മൺഡേ മുതൽ ഒരു 5 days ഒരു ക്ലാസ് ഉണ്ട്, സൗജന്യ പരിശീലനം. അതിലൂടെ നമ്മൾ കുറച്ച് പേര് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ പരിശീലനത്തിൽ നിങ്ങൾ പങ്കെടുക്കുക. കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെയും പോവാതെ ഇവിടുന്ന് തന്നെ എല്ലാ പരിശീലനങ്ങളും ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ രീതിയിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സപ്ന മാം. സപ്ന മാം പറഞ്ഞ ആ ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഇന്ന് വിചാരിക്കാതെ ആരെയൊക്കെയോ ഇൻവൈറ്റ് ചെയ്യേണ്ടയും സംസാരിപ്പിക്കേണ്ടൊക്കെ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് റിയൽ ആയിട്ടുള്ള അനുഭവങ്ങൾ കുറച്ചുകൂടി ഇവർക്ക് പ്രചോദനമാവുന്നു. അങ്ങനെ ആയിട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു സപ്ന മാം. താങ്ക് യു മിസ്. ലേണേണ്ട